പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാലോം ചാനലിൽ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഒരുക്കമായുള്ള 33 ദിവസത്തെ പ്രാർത്ഥനകളിലെ 22ാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് 4. ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ദിവസം കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മധ്യസ്ഥനും വിശുദ്ധനുമാണ് ജോൺ മരിയ വിയാനി പുണ്യാളൻ. വിയാനി പുണ്യാളൻ്റെ മധ്യസ്ഥവും നമുക്കിന്ന് പ്രത്യേക സ്നേഹത്തോടെ അപേക്ഷിക്കാം. നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ ഒരു കീർത്തനം ആലപിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിമലേ അംബികേ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികേ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. ആഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. ആഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേ അംബികേ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന
ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല സന്തോഷമായിട്ട് അടുത്തുള്ളവരെയൊക്കെ നോക്കി ഒരു സ്തുതി കൊടുത്ത് അടുത്തുള്ള കസേരകളിലേക്ക് ഇരിക്കുക, സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 22ാമത്തെ ദിവസമാണ്, ഓഗസ്റ്റ് 4-ാം തീയതി. ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളുടെ തിരുനാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിയാനി പുണ്യവാളുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് യേശുവിന് എതിരല്ല, യേശുവിനുള്ള ആരാധനയല്ല മാതാവിനോടുള്ള പ്രാർത്ഥന. ഒരുപാട് പേർക്കിന്ന് പരിശുദ്ധ അമ്മയോട് വലിയ പുത്രി സഹജമായ വാത്സല്യത്തോട് സ്നേഹത്തോടും അടുപ്പത്തോടും കൂടെ ചെന്ന് ഒരുപാട് ഹൃദയ ഐക്യത്തോടെ പ്രാർത്ഥിക്കാൻ തടസ്സമായി സാത്താൻ വിതച്ചിരിക്കുന്ന ഒരു കളയാണ്. മാതാവിനോടധികം പ്രാർത്ഥിച്ച യേശുവിന് വിഷമാവും. മാതാവിനോടുള്ള പ്രാർത്ഥന കൂടുമ്പോൾ യേശുവിനുള്ള ആ ബഹുമാനം കുറയും. എന്തോ തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു മിഥ്യാധാരണ നമ്മുടെ അന്തരംഗങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ അന്തരംഗത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു ദാഹം അനുസരിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പല ആത്മാക്കളും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് ചെറിയ വിധത്തിലൊന്ന് പരിചിന്തനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകുകയാണ്. ഇന്നത്തെ വിഷയം ഇതാണ്: മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് യേശുവിന് എതിരല്ല. ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകമാണ് യഥാർത്ഥ മരിയ ഭക്തി. സോഫിയ ബുക്സിൽ അവർ പ്രസിദ്ധം ചെയ്തിരിക്കുന്ന നല്ലൊരു പുസ്തകമാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി. ഇതിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ഇതിലെല്ലാം ഓരോ ഗണ്ണികയ്ക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറും ഞാൻ നമ്പർ പറയും, നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പിന്നെ പുസ്തകം കിട്ടുമ്പോൾ വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് 61ാമത്തെ ഗണ്ണികയാണ്. യേശുവിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ എളുപ്പമുണ്ട്. അതായത് നമ്മുടെ സർവത്തിൻ്റെയും കേന്ദ്രം നമ്മുടെ രക്ഷകനായ ഈശോയാണ്. നമ്മുടെ സകല പ്രാർത്ഥനകളുടെയും പരമാന്ത്യം ആരാണ്? ഈശോയാണ്. ഹെഡിങ്ങിനെ വായിച്ചു നോക്കിയാൽ എന്താ ഹെഡിങ്? മരിയ ഭക്തിയുടെ പരമാന്ത്യം യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനാണ്. സത്യദൈവവും സത്യമനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ് സകല ഭക്തകൃത്യങ്ങളുടെയും പരമാന്ത്യം. ഈ അന്ത്യത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന സകലതും അബദ്ധജടിലവും അസത്യപൂർണവുമാണ്. ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും ആൽഫയും ഒമേഗയും, അഥവാ ആദിയും അന്തവും. ക്രിസ്തുവിൽ എല്ലാവരെയും പരിപൂർണരാക്കുവാനാണല്ലോ നമ്മുടെ പരിശ്രമം എന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നു. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണത അവിടത്തേക്ക് മാത്രമുള്ളതാണ്. യേശു ക്രിസ്തുവിന് മാത്രമുള്ള സ്ഥാനമാണ്. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും നിവസിക്കുന്നത് യേശു ക്രിസ്തു എന്ന നമ്മുടെ ഏക രക്ഷകനിലാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏക രക്ഷകൻ. ഈ യേശു ക്രിസ്തുവാകുന്ന ഏക രക്ഷകനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെയോ മനസ്സിനെയോ ഒക്കെ വ്യതിചലിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അബദ്ധജടിലവും ദൈവവചനത്തിന് നിരക്കാത്തതുമാണ്. മാതാവ് നമ്മൾ യേശുവിൽ നിന്ന് അകറ്റുന്നൊരവസ്ഥ അങ്ങനെ സംജാതമാകുന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു ആധ്യാത്മിക രീതിയിലല്ല നമ്മൾ മാതാവിനെ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. തുടർന്ന് വായിച്ചു നോക്കിയേ. തുടർന്ന് അങ്ങനെയാണ്: കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും സുഹൃതങ്ങളുടെയും
പൂർണ്ണതയും വിളനിലവുമാണ് യേശു. ആധ്യാത്മികമായ അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അവിടുന്ന് ഒരുവനാണ് നമ്മെ പഠിപ്പിക്കേണ്ട ദിവ്യഗുരു. നാം ആശ്രയിക്കേണ്ട ഒരേ ഒരു നാഥൻ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനാണ്. അവിടുന്നാണ് നമ്മുടെ ശിരസ്. നാം അനുകരിക്കേണ്ട ഏക മാതൃകയും, നമ്മെ സുഖപ്പെടുത്തേണ്ട ഏക വൈദ്യനും, തീറ്റിപ്പോറ്റേണ്ട ഏക ഇടയനും, നമ്മെ നയിക്കേണ്ട ഏക വഴിയും, നാം നടക്കേണ്ട ഏക മാർഗവും, നാം വിശ്വസിക്കേണ്ട ഏക സത്യവും, നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ഏക ജീവനും യേശു ക്രിസ്തു എന്ന നമ്മുടെ ഏക രക്ഷകനാണ്. നമ്മെ തൃപ്തരാക്കാൻ എല്ലാറ്റിലും എല്ലാമായ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ആത്മാവിനെ തൃപ്തമാക്കാൻ എല്ലാറ്റിലും എല്ലാമായ യേശുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 4:12 പഠിപ്പിക്കുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 അവിടെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിനെ അല്ലാതെ നമ്മുടെ രക്ഷയ്ക്കും പുണ്യ പരിപൂർണതയ്ക്കും മഹത്വത്തിനും അടിസ്ഥാന കല്ലായി മറ്റാരെയും നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടില്ല. ആ ഉറപ്പേറിയ കല്ലിൽ കെട്ടിപ്പടുക്കാത്ത സകല സൗധങ്ങളും ആധ്യാത്മിക ജീവിതങ്ങൾ അത് വിദൂരമല്ലാത്ത ഭാവിയിൽ നിലം പതിക്കുക തന്നെ ചെയ്യും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നില്ലേ, പാറയിൽ ഭവനം പണിത വിവേകമതിയ മനുഷ്യൻ, മണലിൽ ഭവനം പണിത ഭോഷനായ മനുഷ്യൻ. യേശു ക്രിസ്തു ആകുന്ന പാറമേൽ അല്ലാതെ ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തിയിരിക്കുന്ന സകല മനുഷ്യരും മണലിൽ ഭവനം പണിത ഭോഷനായ മനുഷ്യന് തുല്യനാണ്. കാറ്റൂതും വെള്ളപ്പൊക്കമുണ്ടാവും, അത് ഭവനത്തിന് ആഞ്ഞടിക്കും, ഭവനം നിലം പതിക്കും. കാരണം ഇളകുന്ന പുഴയിലാണ് അവയുടെ അടിത്തറ. അവിടത്തോട് ചേർന്ന് നിൽക്കാത്ത സകല വിശ്വാസികളും വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, വിശ്വാസികളാകട്ടെ, വചനപ്രഘോഷകരാകട്ടെ, അവിടത്തോട് ചേർന്ന് നിൽക്കാത്ത സകല വിശ്വാസികളും തായ്തണ്ടിൽ നിന്ന് വേർപെട്ട ശിഖരം പോലെ വാടി തളർന്നു പോകും, ഉണങ്ങി നിലം പതിക്കും. അഗ്നിയാൽ ദഹിപ്പിക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അവിടുത്തെ സഹായമില്ലെങ്കിൽ തെറ്റുകളും അസത്യവും അലച്ചിലും ദൂഷണവും വഷളത്വവും വ്യർത്ഥതയും പരാജയവും മരണവും നിത്യനാശവുമേ ശേഷിക്കൂ. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമെങ്കിൽ നിത്യനാശത്തെ നാം ഒരിക്കലും ഭയപ്പെടേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കൊട്ടേഷൻ എവിടെ നിന്നറിയോ? പരിശുദ്ധ മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ മരിയ ഭക്തി, പരിശുദ്ധ മാതാവിനുള്ള ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നൊരു ഹൃദയമായിരുന്നു വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഹൃദയം. ആ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തി എന്നീ പുസ്തകത്തിൽ 61-ാമത്തെ പാരഗ്രാഫിൽ ലോകത്തിനായി എഴുതി വച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ഒരു പാരഗ്രാഫാണത്. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്കൊരു ധാരണയുണ്ട്, പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർ പിന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് പിന്നെ യേശുവുമായിട്ടൊരു ബന്ധമില്ലെന്ന്. അതാണോ ഇപ്പോൾ നമ്മൾ കണ്ടത്? നമ്മുടെ എന്തെങ്കിലും വികല്പങ്ങളെല്ലാം മറ്റുള്ളവരെ നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. യേശു ക്രിസ്തുവിനെ അറിയുകയും വചനം പഠിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രമമായി ദൈവം വളർത്തുന്ന ഒരു ആത്മാവ് അവരുടെ അടിത്തറയായി യേശു ക്രിസ്തു ആകുന്ന പാറമേലാണ് അവരുടെ ആധ്യാത്മികത പടുത്തുയർത്തിയിരിക്കുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധ മാതാവിലേക്ക് എത്തിക്കുന്നത്. പരിശുദ്ധ മാതാവുമായുള്ള ബന്ധം, സ്ലീഹന്മാരുമായുള്ള ബന്ധം, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടുന്നാ? അതിൻ്റെ അടിത്തറ ഈശോയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളും ഞാനും തമ്മിൽ എങ്ങനെ ബന്ധം വന്നത്? അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ശുശ്രൂഷകർ ഞാനും തമ്മിൽ എങ്ങനെ ബന്ധം വന്നത്? നിങ്ങൾക്ക് യേശുവിനോടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങൾ തമ്മിൽ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും കണ്ട് പരിചയമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ബന്ധം നമ്മൾ തമ്മിലുണ്ടെങ്കിൽ ഈശോ നിമിത്തം മാത്രം ഉണ്ടായ ബന്ധമാണത്. ഇവിടെ നിൽക്കുന്ന ഈ ശുശ്രൂഷകർ ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഈശോ എന്ന ഒരൊറ്റ വ്യക്തി കാരണം മാത്രം ഉണ്ടായ ബന്ധമാണത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ മാതാവുമായി വിശുദ്ധന്മാരുമായിട്ട് നമുക്കുള്ള ബന്ധം. ആദ്യമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ യേശു ക്രിസ്തുവിലാണ് ഉറപ്പിക്കുന്നത്.
യേശു ക്രിസ്തുവിൽ നിന്നാണ് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ മരിയ ഭക്തിയെക്കുറിച്ച് പറയുന്നത്. അവർ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാണിക്കുന്നവരൊന്നുമല്ല. അവർ ആഴത്തിൽ ആത്മാവിൻ്റെ അഗാധതയിൽ ഈശോയുമായിട്ട് ഐക്യത്തിൽ ലയിച്ചു പോയ ആത്മാക്കളാണ്. അവരുടെ ആ ആധ്യാത്മിക ജീവിതത്തിന് അനുഭവത്തിൽ നിന്നാണ് അവർ മരിയ ഭക്തിയും അതുപോലെ മറ്റ് വിശുദ്ധന്മാരുടെ ഐക്യവും ആ സ്നേഹമൊക്കെ അവർ അനുഭവിക്കുന്നത്. നമ്മൾ ചാടി കയറി അയ്യോ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ബന്ധം പോകും എന്നാ ഈ വിളിച്ച് പറയണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവധാനപൂർവ്വം ചിന്തിക്കുക, അവധാനപൂർവ്വം നന്നായിട്ട് ചിന്തിക്കുക, ധ്യാനിക്കുക, നന്നായിട്ട് വചനം പഠിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഈ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ 62-ാമത്തെ പാരഗ്രാഫ്, ആകയാൽ യഥാർത്ഥ മരിയ ഭക്തി നാം അഭ്യസിക്കുക വഴി ക്രിസ്തുവിനോടുള്ള ഭക്തിയും വണക്കവും പൂർണ്ണതരമാക്കുകയാണ് നാം ചെയ്തത്. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള സുനിശ്ചിതവും സുഗമവുമായ മാർഗം നാം തുറന്നിടുകയാണ്. മരിയ ഭക്തി നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതെങ്കിൽ അതിനെ പിശാചിൻ്റെ തട്ടിപ്പായി കരുതി തിരസ്കരിക്കുകയാണ് വേണ്ടത്. ഈ മാതാവിനോട് അത്ര അടുക്കത്ത് നിൽക്കുന്ന അത്ര ഐക്യത്തിലായ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നതാണ് 62-ാമത്തെ പാരഗ്രാഫിൽ. അതായത് അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് 100%, 101% ഉറപ്പുണ്ട്, പരിശുദ്ധ മാതാവിനോടൊരു വ്യക്തി അടുത്താൽ ആ വ്യക്തിക്ക് ഈശോയുള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കുകയല്ലാതെ കുറയില്ല. അതാണ് ശരിയായ മരിയ ഭക്തി. അവർ ഈശോയെ അവഗണിക്കില്ല, അവർ ഈശോയെ രാജാവായി ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. അപ്പം അതുകൊണ്ട് ശരിയായ വിധത്തിൽ പരിശുദ്ധ മാതാവിനോട് ഹൃദയപൂർവ്വം നല്ല ബന്ധം നമ്മൾ വളർന്നു വന്നാൽ നമ്മുടെ ജീവൻ മുഴുവനും പിന്നെ ഈശോയിലായിരിക്കും. പിന്നെ ഈശോയായിരിക്കും നമ്മുടെ തുടിപ്പും ശ്വാസവും എല്ലാം. അതാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കി 62-ാമത്തെ പാരഗ്രാഫ്. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന സുനിശ്ചിതമായ മാർഗം നാം തുറന്നിടുകയാണ് ചെയ്യുന്നത്. മരിയ ഭക്തി അഭ്യസിക്കുന്നത് വഴി ക്രിസ്തുവിനോടുള്ള ബന്ധം പൂർണ്ണതയിലേക്ക് വളരും. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം. അതായത് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് ഈശോയുള്ള ബന്ധം കുറയില്ല. ഈശോയുള്ള ബന്ധം അത് വീണ്ടും വർദ്ധിച്ച് വരും. മാതാവ് നമുക്ക് തടസ്സമല്ല. ഈശോയിലേക്കുള്ള വളരാൻ തടസ്സം മാതാവല്ല, നമ്മുടെ പാപവും നമ്മുടെ സ്വാർത്ഥവും നമ്മുടെ ജഡിക മോഹങ്ങളുമാണ്. അല്ലാതെ മാതാവല്ല ഈശോയിലേക്ക് വളരാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് അതാണ് സത്യം ധരിച്ചു വശാകരുത്. വീണ്ടും 63-ാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. 63-ാമത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞത്, പ്രകാശത്തെ സൂര്യനിൽ നിന്നും ചൂടിനെ അഗ്നിയിൽ നിന്നും വേർപെടുത്തുകയാണ് മറിയത്തെ അങ്ങയിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ എളുപ്പം എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈശോയെ, എൻ്റെ രക്ഷക, പ്രകാശത്തെ സൂര്യനിൽ നിന്നും ചൂടിനെ അഗ്നിയിൽ നിന്നും വേർപെടുത്തുകയാണ് മറിയത്തെ അങ്ങയിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ എളുപ്പം. പോരാ, മറ്റെല്ലാ വിശുദ്ധരെയും മാലാഖമാരെയും അങ്ങിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചാലും മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുക അസാധ്യമാണ്. കാരണം സകല സൃഷ്ടികളും അങ്ങയെ സ്നേഹിക്കുന്നതിലും മഹത്വപ്പെടുന്നതിലും ഉപരി തീക്ഷ്ണമായും സമ്പൂർണമായും മറിയം അങ്ങയെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ സാരാംശം ഒന്ന് പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇപ്പോൾ ഒത്തിരി പേര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്. ഇപ്പോൾ അതായത് നമ്മൾ മറിയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മറിയവും ഈശോയും ഒന്നാണ് എന്ന് പറയുമ്പോൾ ചില ടെൻഷൻ പഠിക്കും. എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, മറിയവും ഈശോയും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ. നമ്മൾ മറിയത്തിന് എന്തെങ്കിലും ഒരു ബഹുമാനം കൊടുത്താൽ ഈശോയ്ക്കാണ് നമ്മൾ ബഹുമാനം, ഈശോയിലേക്കാണ് അത് പരമമായി എത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ. ഈ കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മാതാവിൻ്റെ കാര്യം പോട്ടെ, അപ്പോസ്തലന്മാരുടെ കാര്യം പോട്ടെ, സാധാരണ ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് എന്താ വചനം പറയണത്? സാധാരണ ഒരു ക്രിസ്ത്യാനി മാമോദിസം മുങ്ങിയ സാധാരണ ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് എന്താ പറയണത്? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്താ അവിടെ വായിക്കുന്നത്? 4-5 വാക്യങ്ങൾ. സാവൂൾ കുതിരപ്പുറത്ത് ഡമാസ്കസിൽ സിറിയയിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മാർഗ്ഗമധ്യേ യേശു പ്രത്യക്ഷപ്പെട്ടു. സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു. ക്രിസ്ത്യാനികളെ വലിച്ചഴച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നവനായിരുന്നു. എവിടെ കണ്ടാലും കൊല്ലണം, ഇത് അവൻ്റെ ഹരമായിരുന്നു. അപ്പോഴാണ് വഴിയിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. അവൻ കുതിരപ്പുറത്ത് നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിച്ചത്. ഈശോ പറയുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ അടിക്കുമ്പോൾ
ഈശോയെയാണ് അടിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ ഞെരുക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയെ ബന്ധനസ്ഥനാക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയോട് ചെയ്യുന്നതല്ല ഈശോയോടാണ് ചെയ്യുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. കാരണം ക്രിസ്ത്യാനി യേശു രണ്ടല്ല ഒന്നാണ്. ഒരു ക്രിസ്ത്യാനിയോട് ചെയ്യുന്നതല്ല ഈശോയിലാണ് എത്തുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലോ? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 41-ാമത്തെ തിരുലിഖിതം, മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 41. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളമെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അത് ക്രിസ്തുവിലെത്തും. ക്രിസ്തു അതിന് പ്രതിഫലം കൊടുക്കും. ഒരു ക്രിസ്ത്യാനിയോട് ചെയ്യുന്നത് തന്നെ പരമമായി എങ്ങോട്ട് എത്തുന്നത്? യേശുവിലേക്ക് എത്തുകയാണ്. ഒരു ക്രിസ്ത്യാനി അംഗീകരിച്ചാൽ യേശുവിനാണ്. ഒരു ക്രിസ്ത്യാനി നിന്ദിച്ചാൽ യേശുവിനെയാണ് നിന്ദിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി അടിച്ചാൽ യേശുവിനെയാണ് അടിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ യേശുവിനാണ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത്. ഒരു ക്രിസ്ത്യാനി വീട്ടിൽ സ്വീകരിച്ചാൽ യേശുവിനെയാണ് വീട്ടിൽ സ്വീകരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ വാക്ക് കേട്ടാൽ യേശുവിൻ്റെ വാക്കാണ് കേൾക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. എന്നതിൻ്റെ അർത്ഥം അത്രയും വലിയൊരു അഗാധമായൊരു ബന്ധം അവിടെ കിടക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ബന്ധം. ഇതിൻ്റെ പേരാണ് പരസ്പരമുള്ള അന്തർനിവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പരസ്പരമുള്ള അന്തർനിവാസം. ഈശോ എന്നിൽ, ഞാൻ ഈശോയിൽ, ഞങ്ങൾ രണ്ടും കൂടെ ഒന്നാണ്. ഈശോയോട് ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം മുഴുവൻ ഈശോയിലേക്ക് എത്തുന്നു. ഇതാണ് ഈശോയും ഞാനും പരസ്പരം അന്തർനിവാസം ചെയ്യുകയാണ്. ഈശോയും ഒരു ക്രിസ്ത്യാനിയും പരസ്പരം അന്തർനിവാസം. ഈശോ അദ്ദേഹത്തിലും അദ്ദേഹം ഈശോയിലും, ഞാൻ ഈശോയിലും ഈശോ എന്നിലും. ഇത് തന്നെയല്ലേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ പറയണത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവനിൽ, അവൻ എന്നിൽ. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. യേശു സാധാരണ ഒരു വിശ്വാസി തമ്മിലുള്ള ഇത്രയും സുദൃഢമായ ബന്ധമാണ്. യേശു മാതാവിന് അത്ര പോലും ബന്ധമില്ലെന്നാണ് അവന് വിചാരിച്ചു വശാകേണ്ടത്. മാതാവിന് ഈശോയ്ക്ക് തമ്മിൽ ആ ബന്ധം അനുവദിച്ച് എന്താ കുഴപ്പം? ആർക്കാ ഈ വിഷമം? സാത്താന്. നമ്മുടെ ഉള്ളിൽ സാത്താൻ്റെ അരുവി ഇരിക്കുമ്പോഴാണ് മാതാവിന് സ്ഥാനം കൂടുതൽ. ഒരു വിശ്വാസിക്ക് പോലും ഇത്രമാത്രം വലിയ സ്ഥാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താ പറയണത്? ജോൺ 15:5, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുമ്പോഴും ഫലം പുറപ്പെടുവിക്കും, മരിച്ചതിന് ശേഷവും ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കണം. ഈ വിശുദ്ധന്മാരെല്ലാം ദൈവവചനം ആഴത്തിൽ മനസ്സിലാക്കി. അവർ ഈ ആഴത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പറയാണ്, ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശുദ്ധന്മാർ, അതുമല്ലെങ്കിൽ രക്തസാക്ഷികൾ, അതുമല്ലെങ്കിൽ സ്ലീഹന്മാർ, അതുമല്ലെങ്കിൽ ഈശോയുടെ പ്രാണപ്രേഷ്ഠ ശിഷ്യനായിരുന്ന യോഹന്നാൻ സ്ലീഹായി, പത്രോസ് സ്ലീഹായി, യാക്കോബും അന്ത്രയോസും ഒക്കെ ആയിക്കോട്ടെ, പത്രോസ്, യാക്കോബ്, യോഹന്നാനും, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതിലും ഒരു പടി കൂടെ ഉയർന്ന ബന്ധമായിരുന്നു പരിശുദ്ധ മാതാവിന് ഈശോയോടുണ്ടായിരുന്നത്. അതാണ് 63-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നത്, പ്രകാശത്തെ സൂര്യനിൽ നിന്നും ചൂടിനെ അഗ്നിയിൽ നിന്നും വേർപെടുത്തുകയാണ് മറിയത്തെ അങ്ങയിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ എളുപ്പം. എൻ്റെ ഈശോയെ പോരാ, മറ്റെല്ലാ വിശുദ്ധരെയും മാലാഖമാരെയും അങ്ങിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചാലും മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുക അസാധ്യമാണ്. കാരണം സകല സൃഷ്ടികളും അങ്ങയെ സ്നേഹിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലുപരി തീക്ഷ്ണമായും സമ്പൂർണമായും മറിയം അങ്ങയെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയും സുദൃഢമായ ആ സ്നേഹ ബന്ധം കൊണ്ട്, ഹൃദയം കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും ഹോമിച്ച പരിശുദ്ധ അമ്മ ഈശോയിൽ ഒന്നാണ്. ആ അമ്മയ്ക്ക് കൊടുക്കുന്ന എല്ലാം പരമമായി. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തന്നാൽ അത് വചനം അനുസരിച്ച് ഈശോയിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ അഭിവാദനം ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് റെസ്പെക്റ്റ് കാണിക്കുന്നതൊക്കെ പരമമായി. അതിൻ്റെ പരമ അന്ത്യം എവിടെയാ? ഈശോ മിശിഹായിൽ. ഏതൊരു ക്രിസ്ത്യാനിയോട് ചെയ്യുന്നതിന് പരമമായ അന്ത്യം അത് അവസാനിക്കുന്നത് ഈശോ മിശിഹായിലാണ്. കാരണം മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പരസ്പര അന്തർനിവാസം അവിടെ നിലനിൽക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് 79-ാമത്തെ പാരഗ്രാഫിലേക്ക് വരാം. 79-ാമത്തെ പാരഗ്രാഫ്. പ്രകൃത്യ നാം മയിലിനേക്കാൾ അഹങ്കാരികളാണ്. തവള ചെളിയോടെന്നതിനേക്കാൾ നാം ലോകത്തോട് ചേർന്നിരിക്കുന്നു. സർപ്പങ്ങളെക്കാൾ അസൂയാലുക്കളും പന്നിയേക്കാൾ ഭക്ഷണപ്രിയരും കടുവയേക്കാൾ ക്രൂരരും ആമയേക്കാൾ അലസരുമാണ് നാം. ഞങ്ങളേക്കാൾ നാം ബലഹീനരാണ്. കാറ്റാടിയേക്കാൾ നാം ചഞ്ചലരാണ്. പാപവും ശൂന്യതയും മാത്രമാണ് നമുക്കുള്ളത്. ഇത് നമുക്കറിയാവുന്നൊരു സത്യമാണ്. നിത്യനരകവും ദൈവകോപവും അല്ലേ ഇത്രയും കാലമായിട്ട് നമ്മുടെ നേട്ടം? ചുരുക്കം ചിലർ നിത്യജീവൻ കരസ്ഥമാക്കിയിട്ടുണ്ടാവും. അവർ നന്നായി പരിശോധിച്ച് നോക്കണം അനുദിനം. കാരണം ഇതെല്ലാം നേടിക്കഴിഞ്ഞെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആ കൃപ നിറഞ്ഞ ആ ദൈവദാസൻ നിസ്സാരത അനുഭവിക്കുകയാണ്. മനുഷ്യകുലത്തിൻ്റെ ഓരോ ആത്മാവിൻ്റെ നിസ്സാരതയും ശൂന്യതയും ഒന്നുമില്ലായ്മയും അനുഭവിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മളുടെ പ്രത്യേകത എന്താണ്? മയിലിനേക്കാൾ അഹങ്കാരികൾ. തവള ചെളിയോടെന്നതിനേക്കാൾ നാം ഈ ലോകത്തോട് ചേർന്നും ലോകം നമ്മിൽ പൊതഞ്ഞു നിൽക്കുകയാണ്. രണ്ടും കൂടെ ചേർന്ന് ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ഇരിക്കുകയാണ്. സർപ്പങ്ങളേക്കാൾ അസൂയാലുക്കൾ, പന്നിയേക്കാൾ ഭക്ഷണപ്രിയരും കടുവയേക്കാൾ ക്രൂരന്മാരും ആമയേക്കാൾ അലസരുമാണ് നാം. ഞങ്ങളേക്കാൾ ബലഹീനര് കാറ്റാടിയേക്കാൾ ചഞ്ചലചിത്ര. അനക്കം നിലച്ചിട്ട് നേരെയില്ല, എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും കറങ്ങും. പാപവും ശൂന്യതയും മാത്രം കൈമുതൽ നിത്യനരകവും ദൈവകോപമൊക്കെ നേട്ടമാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥിതി. സത്യത്തിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മളും ഇതിലൊരാളാകാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അടുത്ത 80-ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ്, ഇപ്രകാരമെങ്കിൽ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആത്മപരിത്യാഗം പരിശീലിക്കുകയും സ്വന്തം ജീവനെ കാര്യമായി കരുതാതിരിക്കുകയും ചെയ്യട്ടെ എന്നും, സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നശിപ്പിക്കുന്നുവെന്നും, ഈ ലോകത്തിൽ വെച്ച് സ്വന്തം ജീവനെ ദോഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ പാലിക്കുന്നുവെന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥയെ സ്നേഹിച്ച് അതിനെ അനുധാവനം ചെയ്യുന്നവൻ തൻ്റെ തന്നെ നിത്യത നശിപ്പിക്കുന്നു, തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, ഈ തവള ചെളിയോട് പുതഞ്ഞിരിക്കുന്നത് പോലെ ലോകവുമായിട്ട് അങ്ങോട്ട് ഒട്ടിയിരിക്കുന്ന അതിനെ അങ്ങോട്ട് മനസ്സിലാക്കി തൻ്റെ ശോച്യാവസ്ഥയെ അറിഞ്ഞ് അതിനെ ശോച്യാവസ്ഥയായിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നൊരു വ്യക്തി, തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവന് വേണ്ടി തൻ്റെ ജീവനെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 81-ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് അഹന്തയെ അടിമപ്പെടുത്തുവാൻ നാം എന്തു ചെയ്യണം? നാം അനുദിനം നമുക്ക് തന്നെ മരിച്ചവരാകണം. അതായത് നമ്മുടെ ശാരീരിക ഇന്ദ്രിയങ്ങളുടെയും ആത്മീയ ശക്തികളുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ നാം പരിത്യജിക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, മയിലിനെ പോലെ അഹങ്കാരികൾ, പന്നിയെ പോലെ ഭക്ഷണപ്രിയർ, കടുവയെ പോലെ ക്രൂരന്മാർ. തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മൾ പരിത്യജിക്കണം. നാം കാണുന്നത് കാണാതിരുന്നാൽ എന്നതുപോലെയും മനസ്സിലാക്കുന്നത് മനസ്സിലാകാതിരുന്നാൽ എന്നതുപോലെയും ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരുന്നാൽ എന്നതുപോലെയും ആയിരിക്കണം. 1 കൊറിന്തോസ് 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ അതൊന്ന് വായിച്ചു നോക്കാവോ? ബൈബിൾ എടുത്തേ. 1 കൊറിന്തോസ് 7-ാം അധ്യായം 29-30 വാക്യങ്ങൾ. 1 കൊറിന്ത്യൻസ് ചാപ്റ്റർ 7 29 and 30. സഹോദരരെ, സമയം പരിമിതമാണ്. ഇനിമേൽ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവൻ ആഹ്ലാദിക്കാത്തവനെ പോലെയും വാങ്ങുന്നവർ ഒന്നും കൈവശമില്ലാത്തവരെ പോലെയും ആയിരിക്കട്ടെ. അതാണ് ഇവിടെ ഈ വിശുദ്ധനെടുത്ത് കോട്ട് ചെയ്യണത്. അതുകൊണ്ട് ഇനിമേൽ അഹന്തയെ അടിമപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാണുന്നവൻ കാണാത്തവനെ പോലെയും മനസ്സിലാക്കുന്നത് മനസ്സിലാകാതിരുന്നാൽ എന്നതുപോലെയും ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാതിരുന്നതുപോലെയും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മധുരമുള്ളതെല്ലാം കയ്പായി മാറുന്നു, കയ്പുള്ളതെല്ലാം മധുരമായി മാറുന്ന രീതി. പ്രതിദിനം മരിക്കണം. 1 കൊറിന്തോസ് 15:31 നമുക്ക് വായിച്ചു നോക്കാം. പ്രതിദിനം സ്വന്തം ജഡത്തിന് മരിക്കുന്ന, അഹന്തയെ തല്ലി തകർക്കുന്ന, അഹന്തയെ കീഴ്പ്പെടുത്തുന്ന ഒരു ജീവിതം ഭൂമിയിൽ സാധ്യമാണ്. 1 കൊറിന്തോസ് 15:31. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുക, അനുദിനം മരിക്കുക. അതാണ് വിശുദ്ധൻ പറയണത്. ആ വിശുദ്ധൻ്റെ കൊട്ടേഷൻ നോക്കിക്കേ. ഇതാണ് പ്രതിദിനം മരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കടുവയേക്കാൾ ക്രൂരത,
തവള ചെളിയോടുന്നത് പോലെയുള്ള ലോകത്തോടുള്ള മൈത്രി, പന്നിയെ പോലെ ഭക്ഷണത്തോടുള്ള ആർത്തി, അതുപോലെ തന്നെ അഹന്ത, മയിലിനെ പോലെ അഹങ്കാരം, എല്ലാം ഇത് ജഡികമായ ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിദിനം മരിക്കുക, തന്നോട് തന്നെ മരിക്കുക. അത് ഭക്ഷണമേശയിലും അത് നമ്മുടെ സ്വാർത്ഥത്തിൻ്റെ മണ്ഡലത്തിലും ബന്ധങ്ങളിൽ മാത്രം, പ്രാർത്ഥനയിലും നമ്മൾ തന്നെ മരിക്കണം. പ്രാർത്ഥനയിൽ മരിക്കണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ നമ്മളുടെ സ്വാർത്ഥം വെടിയണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. നാം ആത്മനിഗ്രഹം അഭ്യസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തകൃത്യങ്ങൾ ആവശ്യവും ഫലദായകവുമായ ഈ മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ നാം നല്ല ഫലങ്ങൾ പുറപ്പെടുത്തുകയില്ല. ഭക്തകൃത്യങ്ങൾ നമുക്ക് ഉപയോഗശൂന്യമായി മാറും. ഈ മരണം ആവശ്യമായൊരു മരണമാണ്, എന്നാൽ നിർബന്ധമായും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഭക്തകൃത്യങ്ങളും പ്രാർത്ഥനകളും വഴി സ്വാർത്ഥത്തിന് നമ്മൾ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ ഇതെല്ലാം ഉപയോഗശൂന്യമായി മാറും. അടുത്തത്, നമ്മുടെ എല്ലാ സൽപ്രവൃത്തികളും സ്വച്ഛ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛയാലും സ്വസ്നേഹത്താലും കളങ്കപ്പെട്ടതായിരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ പോലും കളങ്കപ്പെട്ടതാണ്. സ്വന്തം ഇച്ഛയാലും സ്വന്തം സ്നേഹത്താലും പ്രാർത്ഥന കളങ്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കും എന്താ? നമ്മുടെ അമ്മായിയമ്മ, നമ്മുടെ മരുമകൻ, നമ്മുടെ അമ്മാവൻ, നമ്മുടെ പേപ്പൻ, നമ്മുടെ പാപ്പൻ, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെയില്ല പ്രാർത്ഥനയ്ക്ക്. ഈശോയെ സ്നേഹിക്കാൻ നേരെയില്ല. നമ്മുടെ വലിയ ത്യാഗങ്ങളെയും ഏറ്റവും നല്ല പ്രവൃത്തികളെ പോലും ദൈവം വെറുക്കും. കാരണം എന്താ? എല്ലാ സ്വാർത്ഥം കൊണ്ട് കളങ്കപ്പെട്ട് കിടക്കുകയാണ്. ജീർണവസ്ത്രം പോലെയാണ്. ജീർണവസ്ത്രമല്ല, കഴുക്കൂസിൽ നിന്നും ചാണകക്കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വസ്ത്രം പോലെയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന പോലും. തന്മൂലം മരണസമയത്ത് നാം സുഹൃതങ്ങളും യോഗ്യതകളും ഇല്ലാത്തവരായി കാണപ്പെടും. തനിക്ക് തന്നെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മാക്കൾക്ക് മാത്രം നൽകപ്പെടുന്ന യഥാർത്ഥ സ്നേഹാഗ്നിയുടെ ഒരു പൊരി പോലും നമ്മിൽ കണ്ടില്ല എന്ന് വന്നേക്കാം. ഒരാത്മാവ് വളരുകയാണോ തളരുകയാണോ പ്രാർത്ഥിച്ചെന്ന് ചിന്തിക്കും. നമ്മുടെ നീക്കം എങ്ങോട്ടാണോ? മുകളിലേക്കാണോ താഴ്ത്തിക്കാണോ? നമ്മൾ വളരുകയാണോ തളരുകയാണോ എന്ന് ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് 82-ാമത്തെ പാരഗ്രാഫ്, അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വിവിധ ഭക്തികളിൽ നമ്മോട് തന്നെ മരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഭക്തി വേണം നാം തിരഞ്ഞെടുക്കുവാൻ. നമ്മുടെ ഒരു അടുത്ത ലെവലിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വിവിധ ഭക്തികളിൽ നമ്മളോട് തന്നെ മരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്തി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അത് നമ്മെ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കുന്നതും ആയിരിക്കണം. മിന്നുന്നതെല്ലാം പൊന്നെന്നോ മധുരമായതെല്ലാം മധുവെന്നോ കരുതുന്നത് മൗഢ്യമാണ്. അതുപോലെ എളുപ്പം പ്രവൃത്തിയിൽ വരുത്താവുന്നതും ഭൂരിപക്ഷം പേരും അഭ്യസിക്കുന്നതും ആയതുകൊണ്ട് ഒരു ഭക്തി കൂടുതൽ പവിത്രീകരണ യോഗ്യമെന്ന് കരുതുന്നത് യുക്തമല്ല. ലൗകിക കാര്യങ്ങളിൽ ത്വരിതഗതിയിലും എളുപ്പത്തിലും ആദായകരമായും ചെയ്യുവാൻ ചില പ്രകൃതി രഹസ്യങ്ങൾ സഹായകരമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു കാര്യം എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല, അപ്പോൾ കുറച്ച് എണ്ണ ഇട്ടാൽ വളരെ എളുപ്പമായി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും. അത് ലൗകിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എളുപ്പത്തിലും ആദായകരമായും പെട്ടെന്നും ചെയ്യാനായിട്ട് ചില കൈക്രിയകൾ നമ്മളെ സഹായിക്കും, ചില മെത്തേഡ്സ് നമ്മളെ സഹായിക്കും. അതുപോലെ പ്രകൃത്യാതീതമായവയിലും അവ എളുപ്പമായും ആനന്ദപ്രദമായും ചെയ്യുന്നതിനും നമ്മെ ശക്തരാക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അവ നമ്മെ അഹന്തയിൽ നിന്ന് രക്ഷിക്കും, ദൈവത്തെ കൊണ്ട് നമ്മളെ നിറയ്ക്കും, പുണ്യപരിപൂർണത പ്രാപിക്കാൻ സഹായിക്കും. മാത്രമല്ല നിഷ്പ്രയാസം അത് നിർവഹിക്കാനും നമുക്ക് കഴിയും. അങ്ങനെയുള്ള പ്രാർത്ഥനാ രീതിയിൽ ഒരെണ്ണമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. പിന്നെ നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യത പോലും നമ്മുടെ പൂർണ്ണമായി ഏൽപ്പിച്ചു. നമ്മുടെ ഒന്ന് യോഗ്യത നമ്മൾ അവകാശപ്പെടുന്നു. ഇനി എല്ലാം എൻ്റെ ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോ എന്നീ എല്ലാം ഈശോയ്ക്ക് മാതാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ യോഗ്യത പോലും നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ പൂർണ്ണമായി ഈശോയുടെയൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. ടോട്ടൽ സാർ, അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തോത്തുസ് തൂസ്, ടോട്ടലി യുവേഴ്സ്. ഇനി എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യോ കാലോ കണ്ണോ എൻ്റെ ചിന്തയോ സമയമോ കഴിവോ വസ്തുവകകളോ ഒന്നും, എവറിത്തിങ് ഈസ് ഫോർ യു. തന്നോട് തന്നെ മരിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയാണത്. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല,
നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യത പോലും നമുക്ക് വേണ്ട, അതും നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചു. ഒന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് തന്നെ പ്രതിദിനം മരിക്കുന്ന ഒരു ജീവിത രീതി, ഈശോയ്ക്ക് സ്വീകാര്യം, മധുരമെല്ലാം കയ്പും കയ്പുള്ളതെല്ലാം മധുരമായും സ്വീകരിക്കുന്ന ഒരു ജീവിത രീതി, സ്വന്തം ഇച്ഛയ്ക്കും സ്വയം സ്നേഹത്തിനും മരിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരാൻ ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഹൃദയം തുറക്കാം. ഇതുവരെയുള്ള മുൻവിധികളെല്ലാം നമുക്ക് എടുത്തു മാറ്റി വെക്കാം. പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പം, ഈശോയോടുള്ള അടുപ്പം കുറയ്ക്കുകയില്ല, അത് പൂർണ്ണമാക്കും. മനസ്സിലാക്കണം, നിങ്ങൾ എന്നോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹോദരന്മാരോട് ചെയ്യുന്ന സ്നേഹവും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരുന്നതോ ഭക്ഷണം തരുന്നതോ എല്ലാം ഈശോയുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് സ്ലീഹന്മാരോട്, വിശുദ്ധന്മാർ, രക്തസാക്ഷികളോട് ചെയ്യുന്നത്. അതിനേക്കാളിൽ എത്രയോ 10 മടങ്ങ് എത്രയോ വലുതായിരിക്കും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും അടുപ്പവും ദൈവസന്നിധിയിൽ നമുക്ക് കൊണ്ടുവരുന്ന യോഗ്യതയും വിലയും. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുടെ സന്നിധി ഇരുന്ന് കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാർ അരൂപികൾ ആദരവോടണി ചേരുന്നിതാ. സ്വർഗീയ പ്രഭയിൽ അൾത്താരയിൽ സിംഹാസനത്തിൽ ദൈവമിതാ അഗ്നിമയന്മാർ അരൂപികൾ ആദരവോടണി ചേരുന്നിതാ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സൈന്യാധിനാഥൻ എഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദം അണിചേരുന്നു. ഹല്ലേലൂയാ ഗീതി പാടിട രാജാധിരാജനെ ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. കുറച്ചു നേരം കരങ്ങൾ കൂപ്പി നിശബ്ദതയിൽ നമുക്ക് ധ്യാനിക്കാം. കേട്ട കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകട്ടെ. എൻ്റെ കർത്താവിനോട് എനിക്ക് ഇഷ്ടം കൂടുന്തോറും പരിശുദ്ധ അമ്മയോട് എനിക്ക് സ്നേഹവും ഇഷ്ടം കൂടും. എൻ്റെ പരിശുദ്ധ അമ്മയോട് അടുപ്പവും സ്നേഹവും കൂടുന്തോറും അതെല്ലാം എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന കാര്യമായിട്ട് മാറും. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. സ്ലീഹന്മാരെ സ്വീകരിക്കുന്നതും അവർക്ക് വെള്ളം കൊടുക്കുന്നതും കർത്താവിന് ഇഷ്ടമാണ്. ശിഷ്യന്മാരെ സ്വീകരിക്കുന്നതും അവരുടെ വാക്ക് കേൾക്കുന്നതും കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നവന് ഞാൻ പ്രതിഫലം കൊടുക്കും. എല്ലാം കർത്താവിലാണ് പരമമായി എത്തുന്നത്. അവിടെ നിന്നാണ് എല്ലാറ്റിലും എല്ലാം. ഈ ലോകത്തിൽ മറ്റേതൊരു സൃഷ്ടികളെക്കാളും ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിരി ആദരിക്കുന്ന, ഒരുപാട് കർത്താവ് ആദരവ് നൽകിയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം.
പരിശുദ്ധ കന്യകാമറിയത്തോടെ നമ്മൾ കാണിക്കുന്ന സ്നേഹാദരെല്ലാം ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊന്നും അവിടുത്തെ മഹത്വം കുറയ്ക്കുന്നില്ല. ധ്യാനിക്കാം, ആഴത്തിൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മാതാവിനെ ആഴത്തിൽ അറിയാൻ പരിശ്രമിക്കാം. പരിശുദ്ധ മാതാവ് ഈശോയും നമ്മളുടെ ബന്ധം ആഴത്തിൽ അറിയാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം. വിശ്വാസ പ്രമാണം തീഷ്ണതയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ദാസർക്കേകണമേ. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ആത്മാവേ, സ്നേഹത്താരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. സ്നേഹം നട്ടു വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ. തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനോട് സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, ഇരുണ്ടു പുകയും മാനസവേദി ആശ കൊളുത്തിടുവാൻ. ഇരുണ്ട
കാന്തി വിരിച്ചിടുവാ കാന്തി വിരിച്ചിടുവാ സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ നിൻ പ്രിയസുതരെ ദിവ്യവരത്ത പൂരിതരാകണമേ 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 പൂരിതരാകണമേ. ഭക്തിപൂർവം പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ വിശ്വാസത്തോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അത് പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈശോയെ പ്രതിദിനം എന്നോട് തന്നെ മരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന സ്വയം പരിത്യാഗത്തിൻ്റെ ഒരു കൃപ ഞങ്ങളുടെ മേൽ നിറയണം. പരിശുദ്ധ അമ്മയുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, 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 വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനുണർത്തിടുവാൻ ജീവനുണർത്തിടുവാൻ സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയസുതരെ ദിവ്യവരത്ത പൂരിതരാകണമേ, പൂരിതരാകണമേ, പൂരിതരാകണമേ. പരിശുദ്ധ മാതാവിൻ്റെ ഈരടി ആലപിച്ച് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകമേരിയമ്മേ, കാവൽമാലാകമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ.
ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ മരിയ ആവേ മരിയ കന്യകമേരിയമ്മേ ആവേ 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 മരിയ 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 ആവേ 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 മരിയ